ജേർണലിസം. അതായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ തുടക്കമായിട്ട് പറയുന്നത്. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന സിൽവർ ബട്ടണോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനമോ ഒന്നുമല്ല. ഒരു ജേർണലിസം സ്റ്റുഡൻറ്റ് എന്ന ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നാണ് എനിക്ക് എൻ്റെ കഥ തുടങ്ങേണ്ടത്. നിങ്ങൾക്കറിയാമോ, ഒരു PG ജേർണലിസം ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. എന്തിനും ഏതിനും എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിക്കാൻ നമ്മൾ പഠിക്കും. ഒരു വാർത്തയുടെ ഹെഡ്ലൈൻ കണ്ടാൽ അതുമാത്രമല്ല സത്യമെന്ന് തിരിച്ചറിയാനും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനും നമുക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടും. പക്ഷേ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയാമോ? രാഷ്ട്രീയം, സൊസൈറ്റി, ടെക്നോളജി ഇതിനെയൊക്കെ കീറി മുറിച്ച് പഠിക്കാൻ ഞാൻ എൻ്റെ സ്കിൽസ് ഉപയോഗിച്ചിരുന്നു. പക്ഷേ മൈസെൽഫ്, എന്നെക്കുറിച്ച് പഠിക്കാൻ മാത്രം ഞാനത് ഉപയോഗിച്ചില്ല. ജേർണലിസം കഴിഞ്ഞ ഉടനെ ഞാൻ നേരെ തിരിഞ്ഞത് ടെക്നോളജിയിലേക്കാണ്. എക്സാമ്പിൾ, ഈ AI പ്രോംപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാം, അതുമായി ബന്ധപ്പെട്ടൊരു AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യാൻ തുടങ്ങി. അതൊരു വല്ലാത്ത മാറ്റമായിരുന്നു. മനുഷ്യരുടെ കഥകളിൽ നിന്നും മെഷീനുകളുടെ ലോജിക് ഓൺലി വേൾഡിലേക്ക്. ഒരു AI കമ്പനിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്ന കുറേ പാഠമുണ്ട്. അത് ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന മാത്രമല്ല, നമ്മൾ അവിടെ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ബേസിക് സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ ഉള്ളിൽ ഞാൻ തിരിച്ചറിഞ്ഞത്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വേസ്റ്റ് ആണെങ്കിൽ തിരിച്ച് കിട്ടുന്ന ഔട്ട്പുട്ടും സ്വാഭാവികമായിട്ടും വേസ്റ്റ് ആയിരിക്കും. ലോജിക്, സ്ട്രക്ചർ, എഫിഷ്യൻസി, ഇതൊക്കെയാണ് അവിടുത്തെ ഒരു ലോഗോ എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഇടയിലും എൻ്റെ മനസ്സിൻ്റെ ഒരു മൂലയിൽ വേറൊരു ട്രാക്ക് ഇങ്ങനെ ബൈ ഡിഫോൾട്ട് ഓടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 6 വർഷമായിട്ട് അല്ലെങ്കിൽ 6-7 വർഷമായിട്ട് യൂട്യൂബ് എനിക്കൊരു ഷാഡോ കരിയർ പോലെയായിരുന്നു. വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഈ പറയുന്ന യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കൽ ഒരു ഹോബി എന്നതിനപ്പുറം ഞാനതിനെ സീരിയസ് ആയിട്ട് കാണണമെന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ 1 വർഷമാണ് അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. ചാനലിനെ വെറുതെ അങ്ങ് വളരുകയോ വളർത്തുകയായിരുന്നില്ല. JR സ്റ്റുഡിയോ സൈഡ് ടോക്ക് മലയാളം എന്ന് പറയുന്ന ചാനൽ നല്ല രീതിയിൽ വ്യൂസ് കിട്ടുകയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയും ഞാൻ ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഇടാനൊക്കെ തുടങ്ങി. ഒരു 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയിട്ട് ഒരു യൂട്യൂബ് ബേസ്ഡ് ആയിട്ടുള്ളൊരു മീഡിയ കമ്പനി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നു. ബ്രാൻഡ് ഡീലുകൾ, ടീം മാനേജ്മെൻറ്റ്, കോൾഡ് കോളുകൾ, ഇൻസ്റ്റാഗ്രാമിൻ്റെയും യൂട്യൂബിൻ്റെയും ഒക്കെ അൽഗോരിതങ്ങൾ കുത്തിയിരുന്ന് പഠിക്കുക, എല്ലാം കൂടെ ഒന്നിച്ച് തലയിലേക്ക് വന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു പെർഫെക്റ്റ് സക്സസ് സ്റ്റോറി ആയിട്ട് പോകുന്നത് പോലെ തോന്നും. എല്ലാം സെറ്റാക്കി വരുന്ന ഒരു മലയാളി പയ്യൻ. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ നിന്ന് ബേൺ ഔട്ട് ആവുന്നൊരു സാഹചര്യമാണ് പലപ്പോഴും ആ സമയത്തുണ്ടാവുക. ഈ സമയത്തൊക്കെ തന്നെ ഞാൻ MSc ഫിസിക്സ് പൂർത്തിയാക്കാൻ ശ്രമിച്ചതും ജേർണലിസത്തിൽ PG എടുത്തതും AI-യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചതും പച്ചയായ മനുഷ്യൻ എന്ന യാഥാർത്ഥ്യവും കൂടി കൂട്ടിയിടിക്കുന്നത് കാണാൻ പറ്റി. അങ്ങനെ ബേൺ ഔട്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുണ്ടാകുന്ന തളർച്ചയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ഈ ഒരു സംഭവം എനിക്ക് മാത്രം ഉണ്ടാകുന്നതല്ല. അതുകൊണ്ടാണ് നിങ്ങളിപ്പോഴും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നമ്മുടെ ഈ തലമുറ മൊത്തത്തിൽ നേരിടുന്ന ആരും പുറത്തു പറയാത്ത ഒരു മഹാമാരിയുടെ ലക്ഷണമാണിത്. അതുകൊണ്ട് തന്നെ ഒരു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ പോലെ തന്നെ നമുക്കിതിനെ ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനും വേഗത്തിൽ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും? കോമ്പീറ്റൻസ് ട്രാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത്, നമ്മൾ ഒരു കാര്യം നന്നായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളത് കൂടുതൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതോടെ നമുക്ക് കൂടുതൽ റിവാർഡ് കിട്ടും, കാശ് കിട്ടും, നമ്മളപ്പോൾ കൂടുതൽ പണിയെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലച്ചോറും നെർവസ് സിസ്റ്റവും ഇത്രയും സ്പീഡിൽ ഓടാനായിട്ടുള്ള രീതിയിൽ ഇവോൾവ് ചെയ്തതല്ല. മുൻപ് കാലങ്ങളിൽ ഞാൻ ദിവസത്തിൽ 16 മണിക്കൂർ വരെ വർക്ക് ചെയ്യുമായിരുന്നു. ഭയങ്കര പ്രൊഡക്റ്റീവാണ് ഇത്രയും സമയം വർക്ക് ചെയ്താൽ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഡീപ്പ് വർക്കിനെ കുറിച്ചുള്ള ബുക്കുകളൊക്കെ വായിക്കുമ്പോഴാണ് സത്യത്തിൽ ചില കാര്യങ്ങൾ പിടികിട്ടുന്നത്. നമ്മൾ പണിയെടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതൊരു കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ആണ്. അതായത് പ്രൊഡക്റ്റീവ് അല്ല. ഒരേ നിമിഷം നമ്മൾ ക്രിയേറ്റീവ് ഡയറക്ടർ ആവുന്നു, അടുത്ത നിമിഷം സെയിൽസ് എക്സിക്യൂട്ടീവ് ആവുന്നു, പിന്നെ AI എഞ്ചിനീയറിംഗ് നോക്കുന്നു, യൂട്യൂബിൻ്റെ കമൻറ്റ് മോഡറേറ്റ് ചെയ്യുന്നു, സ്ക്രിപ്റ്റ് എഴുതുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ റോളുകൾ ഇങ്ങനെ മാറുമ്പോൾ നമ്മുടെ ശ്രദ്ധയുടെ ഒരു ഭാഗം തന്നെ പഴയൊരു ടാസ്കിൽ കുടുങ്ങി കിടക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ അത് നിർത്തിയിട്ട് പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യും. പക്ഷേ പഴയ കാര്യത്തിൻ്റെ കംപ്ലീറ്റ് ആകാത്ത കാര്യങ്ങൾ നമ്മൾ പുതിയ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. ഇതിനെ സാധാരണ അറ്റൻഷൻ റെസിഡ്യൂ എന്ന് പറയാറുണ്ട്. ക്രോമിൽ നമ്മൾ കുറേ ടാബുകൾ തുറന്നു വെച്ചാൽ കമ്പ്യൂട്ടർ കുറേ കഴിഞ്ഞ് ഹാങ് ആവില്ലേ? അതേപോലെ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രവർത്തന രീതിയിൽ നമുക്ക് ഈ അറ്റൻഷൻ കറക്റ്റ് കിട്ടാതെ ഹാങ് ആവുന്നൊരു സംവിധാനമുണ്ട്. സിസ്റ്റം ഹാങ് ആവുന്ന പോലെയല്ല, പക്ഷേ നമുക്കൊരു ക്ലട്ടറിങ് ഫീൽ ചെയ്യും. കൃത്യം 3 മാസം മുമ്പ് ഒരു സെപ്റ്റംബർ 12-ാം തീയതി എൻ്റെ ഈ സിസ്റ്റം ഷട്ട് ഡൗൺ ആയി. എന്നെ കാരണമല്ല, എനിക്ക് പുറമേ നിന്ന് കിട്ടിയ ഒരു കോർപ്പറേറ്റ് സ്ട്രൈക്കാണ്. അപ്പോൾ ഈ ചാനലിൻ്റെ തന്നെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ ചാനലിൽ ഇങ്ങനെ അഗ്രസീവായിട്ട് ഷോർട്സുകളൊക്കെ തന്നെ നല്ല റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ടിടുന്ന കഴിക്ക്
അത് എഡിറ്റ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന 1-2 ക്ലിപ്പുകളിൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് ഉണ്ടാവുകയും, അതെ, എൻ്റെ കുറ്റം കൊണ്ട് തന്നെ കോപ്പറേറ്റ് സ്ട്രൈക്ക് ഉണ്ടാവുകയും 6 വർഷത്തെ അധ്വാനം അതുപോലെ പെട്ടെന്ന് കിട്ടിയ 3 ലക്ഷവും ടോട്ടൽ 6 ലക്ഷത്തിലടിച്ച സബ്സ്ക്രൈബേഴ്സും എല്ലാം തന്നെ ഒറ്റ നിമിഷം കൊണ്ട് ഡിലീറ്റായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് പേടിച്ച് വീഡിയോസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. സാധാരണഗതിയിൽ ആർക്കായാലും ദേഷ്യമോ സങ്കടമോ ഒക്കെ വരും. കാരണം 2 കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടി, ഒന്നുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബ് മൊത്തത്തെ അടിച്ചു പോകും. പക്ഷേ എനിക്ക് ആ സമയത്ത് കരയാനൊന്നും അല്ല തോന്നിയത്. ഞാൻ എൻ്റെ മുറിക്കകത്ത് ഇങ്ങനെ ഉറക്കമില്ലാതെ ഒറ്റയ്ക്കിരുന്നു. മനസ്സ് മരവിച്ച ഒരു അനുഭവമായിരുന്നു. ദ ബോഡി കീപ്സ് ദ സ്കോർ എന്ന ബുക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. അതായത് ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ട്രോമ റെസ്പോൺസ് ആണെന്ന്. എൻ്റെ ശരീരം ഫ്രീസ് എന്ന അവസ്ഥയിലേക്കാണ് ആ സമയത്ത് പോയത്. പക്ഷേ സത്യം പറഞ്ഞാൽ ആ കിട്ടിയ സ്ട്രൈക്കായിരുന്നു ഞാൻ പറയും എൻ്റെ ലൈഫിൽ നടന്ന ഏറ്റവും നല്ലൊരു കാര്യം. അതെന്നെ പിടിച്ചു നിർത്തി. എൻ്റെ ഉള്ളിലെ ജേർണലിസ്റ്റ്, എൻ്റെ ഉള്ളിലെ AI എഞ്ചിനീയറോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്തുകൊണ്ടാണ് എനിക്ക് അവിടെ ഒരു പാളിച്ച പറ്റിയത്? ഞാൻ അപ്പോഴിട്ട വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ പലരുടെയും കണ്ടൻറ്റ് മ്യൂസിക് കേൾക്കുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ട്രൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന്. അല്ലെങ്കിൽ നിങ്ങളെല്ലാം പഠിച്ച് കഷ്ടപ്പെട്ട് ചെയ്യുന്നവരാണ്, അല്ല നിങ്ങൾ ബൈ ഡിഫോൾട്ട് ഒരു സയൻറ്റിസ്റ്റ് അല്ല, സോ യൂട്യൂബ് നിങ്ങൾ അങ്ങനെയൊക്കെ കാണൂ. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഏകദേശം 5 വർഷത്തോളം വളരെ മിനിമൽ ഫോട്ടോസും സയൻറ്റിഫിക് ആയിട്ടുള്ള വിഷ്വൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഞാൻ വീഡിയോ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്തിരുന്നത്. മുഴുവൻ എൻ്റെ ഫേസാണ് കാണിച്ചിരുന്നത്. അതുകൊണ്ട് അതിനകത്ത് വലിയ കോപ്പറേറ്റ് സ്ട്രൈക്കിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ചാനൽ ഒരു ഷാഡോ പോലെ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ 1.5 വർഷത്തിനിടയ്ക്ക് പുതിയ എഡിറ്ററിനെയൊക്കെ ഹയർ ചെയ്ത് നല്ല രീതിയിൽ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ തുടങ്ങി. കണ്ടൻറ്റിൻ്റെ എണ്ണം കൂടി, ക്വാളിറ്റി കൂടി. പക്ഷേ സ്വയം വിഷ്വൽസോ അനിമേഷൻസോ അത്രയധികം ഉണ്ടാക്കാത്തത് കൊണ്ടും ബാക്കിയുള്ള എഡ്യൂക്കേഷണൽ കണ്ടൻറ്റുകൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടുമാണ് സത്യത്തിൽ ആ ഒരു പ്രശ്നം ഉണ്ടായത്. ആക്ച്വലി ഇത്രയും വലിയ രീതിയിൽ ഒരു സയൻസ് ചാനൽ വളരുമ്പോൾ സ്വന്തമായിട്ട് വിഷ്വൽസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. പക്ഷേ ആസ് എ മലയാളം കണ്ടൻറ് ക്രിയേറ്റർ നമുക്കങ്ങനെ അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഉണ്ടാക്കുന്ന വലിയ തോതിലുള്ള വില കൂടിയ ടൂൾസൊക്കെ ഉപയോഗിച്ച് ഒരു എഡിറ്ററിനെ ഹയർ ചെയ്ത് കൃത്യമായിട്ട് അറിയാം ഇതെങ്ങനെ വിഷ്വലൈസ് ചെയ്യണമെന്ന്. പക്ഷേ അതിനെ എടുത്തു വെച്ചതിന് ശേഷം ഒരു വീഡിയോ കണ്ടൻറ് ഉണ്ടാക്കാനായിട്ട് അത്രത്തോളം എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ എഫർട്ട് കൂടുതലായിരിക്കും. പക്ഷേ അതിൽ നിന്ന് നമുക്ക് റിട്ടേണോ റീച്ചോ കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം രണ്ടും കൽപ്പിച്ച് ചാനൽ പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടായാലും കുറച്ചധികം ചിലവ് വന്നാലും AI-യും നല്ല മോഷൻ ഗ്രാഫിക്സും എഡിറ്റിങ്ങും ഒക്കെ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി കാര്യമായ മാറ്റം ഞാൻ വീഡിയോസിൽ വരുത്തി. നിങ്ങൾ JR സ്റ്റുഡിയോ സൈ ടോക്ക് മലയാളം എന്ന് പറയുന്ന സയൻസ് ചാനലിൻ്റെ കഴിഞ്ഞ 15 വീഡിയോസുകൾ എടുത്ത് നോക്കിയാൽ എൻ്റെ ചാനലിൽ ആ 666 വീഡിയോസുകൾ ഡിലീറ്റ് ചെയ്തതിൽ 200-ലധികം വീഡിയോസ് ബാക്കിയുണ്ട്. അതിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളൊരു 15 വീഡിയോസ് എടുത്ത് നോക്കിയാൽ അതിന് മുൻപുള്ള 200-ലധികം വീഡിയോസിൽ നിന്നുള്ള ഡിഫറൻസ് മനസ്സിലാവും. എൻ്റെ കോൺഫിഡൻസ് കൊണ്ടാണ് ഞാനത് പറയുന്നത്. പക്ഷേ ആ ചേഞ്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ തകർന്നു പോയിട്ട് ഇനി എങ്ങനെ റീബിൽഡ് ചെയ്യും എന്ന് ചോദിച്ച് മോട്ടിവേഷൻ വീഡിയോസ് കാണാൻ പോവാതെ ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഡോപ്പമിൻ പ്രഡിക്ഷൻ ഇറർ എന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് 1 ലക്ഷം വ്യൂസ് പ്രതീക്ഷിക്കുന്നു. ആ വ്യൂസ് കിട്ടിയാൽ നമ്മൾ ഹാപ്പി. പക്ഷേ 10,000 വ്യൂസാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഡോപ്പമിൻ ലെവൽ താഴേക്ക് പോകും. ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. സോ അതൊരു ശാരീരികമായിട്ടുള്ള വേദന പോലെയാണ് തോന്നുക. ഞാൻ ഈ ഒരു റോളർ കോസ്റ്ററിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. സോ എൻ്റെ ബിസിനസ് ഐഡിയ പ്രധാനമായിട്ട് വർക്ക് ചെയ്തിരുന്ന പല ഫീൽഡുകളുണ്ട്. അതിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ട്യൂഷനുകൾ എടുക്കുന്നുണ്ട്, കോഴ്സുകൾ സെല്ല് ചെയ്യുന്നുണ്ട്, കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബുക്ക് റൈറ്റിങ്ങിൻ്റെ പിന്നിലാണ്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം പ്രസൻസ് ഉണ്ട്. ഫ്രീലാൻസായിട്ട് വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല ഫീൽഡിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് കിടക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ പലതരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിന് പാസ്സാവാൻ വേണ്ടി മുമ്പ് പഠിക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ജേർണലിസത്തിൽ നെറ്റ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ പല കാര്യങ്ങളും ഓടുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്നത് ഈ പറയുന്ന യൂട്യൂബിലിടുന്ന വീഡിയോസിനുണ്ടാകുന്ന ഒരു ഹൈപ്പാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്തു എന്ന് ഉറപ്പുള്ള, നമ്മൾ എഫർട്ട് ഇട്ടു എന്ന് ഉറപ്പുള്ള, നല്ല സ്റ്റോറിയുള്ള, നല്ല കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോസിന് റീച്ച് കിട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങനെയാണ് പിന്നെ ഞാൻ ജിതിൻ രാജ് എന്ന് പറയുന്ന ബിസിനസ് കേസ് സ്റ്റഡി തുടങ്ങിയിട്ട് ഗെയിമുകളുടെ തകർച്ചയും, നോക്കിയയുടെ തകർച്ചയും, ബൈജൂസിൻ്റെ തകർച്ചയും, റോക്ക് സ്റ്റാറിൻ്റെ വളർച്ചയും, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഗംഭീരമായൊരു സീരീസൊക്കെ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങി ചെയ്യുന്നത്. സോ ഇവിടെ പ്രധാനമായിട്ടും ഞാൻ ഈ സെറാട്ടോണിന് വേണ്ടി ആയിരുന്നില്ല പ്രവർത്തിക്കുന്നത്. പകരം ഡോപ്പമിന് വേണ്ടിയാണ്. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ കിക്ക് തരുന്നൊരു സാധനമാണ്. പക്ഷേ സെറാട്ടോണിനാണ് അത് നിലനിർത്തുന്നത്. സോ ഫാസ്റ്റ് ഹാപ്പിനെസ്സിന് പുറകെ പോയതുകൊണ്ടായിരുന്നു സത്യത്തിൽ വ്യൂസ് കാണുമ്പോൾ മാത്രം എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത്. സോ ആ സമയത്ത് ഞാനൊരു റീകാലിബ്രേഷൻ പ്ലാൻ ചെയ്തു. നമ്മൾ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട് പൊതുവേ, എല്ലാവരും അല്ല, ചിലർക്ക് രാത്രി വൈകി വരെ ഇരുന്ന് കാര്യം പറയും. 10 മണിക്കായിരിക്കും ഫ്രണ്ട്സിനെയും കൂട്ടി പൊറോട്ടയും ബീഫും തട്ടാൻ പോകുന്നത്. എന്നിട്ട് രാവിലെ വൈകി എണീക്കും. പക്ഷേ ഡോക്ടർ സച്ചിൻ പാണ്ഡെയുടെ പഠനങ്ങൾ പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ താളം തെറ്റിക്കുക എന്നുള്ളതാണ്.
അതുകൊണ്ട് ഞാൻ ഇൻപുട്ട് മാറ്റാൻ തുടങ്ങി. വെളിച്ചത്തെ ഒരു ന്യൂട്രിയൻ്റായിട്ട് കാണാൻ തുടങ്ങി. രാവിലെ ഒരു 5:30-6 മണിക്ക് എഴുന്നേറ്റ് 30 മിനിറ്റിനുള്ളിൽ സൂര്യപ്രകാശം കൊള്ളും. ഇത് വെറുതെ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയല്ല, അതൊരു ബയോ കെമിസ്ട്രിയാണ്. പിന്നെയുള്ളതാണ് കൊഗ്നിറ്റീവ് ലോഡ് എന്ന് പറയുന്നത്. ഈ AI എഞ്ചിനീയർ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലൊരു പുതിയ സാധനമാണ്. പക്ഷേ ഈ AI പ്രോംപ്റ്റിൻ്റെ ബേസിക്സ് അറിയാമെന്നുള്ളവർക്ക് ഇപ്പോഴും ബിസിനസ്സിൽ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രോംപ്റ്റിങ് നന്നായിട്ടിരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ AI-യെക്കുറിച്ച് പഠിക്കുന്ന സമയത്തും ബിസിനസ് കേസ് സ്റ്റഡീസിനകത്ത് NVIDIA-യെക്കുറിച്ചും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് പ്രോസസ്സിംഗ് പവർ. ഇവിടെ നമ്മുടെ തലച്ചോറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജത്തിൻ്റെ 20% തലച്ചോറാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം. സോ നമ്മുടെ ഓരോ ചെറിയ തീരുമാനവും, അതായത് എന്ത് കഴിക്കണം, വീഡിയോയ്ക്ക് എന്ത് തമ്മിൽ ഇടണം, ഇതെല്ലാം നമ്മുടെ ചാർജ് കളയുന്ന എഫർട്ടുകളാണ്. അതുകൊണ്ട് നമ്മുടെ ഈ അതുൽ ഗവാർഡയുടെ ചെക്ക് ലിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു ബുക്കിലെ ഐഡിയാസ് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, വിമാനത്തിലെ പൈലറ്റുമാർ ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്ന പോലെ ഞാൻ എൻ്റെ ലൈഫ് സിസ്റ്റമാറ്റിക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ മെമ്മറിയെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് നിർത്തി. അതെ, ഞാനിപ്പോൾ ഒരു കാര്യം ആലോചിച്ചു, ഒരു സൂപ്പർ ഐഡിയ, ഒരു സൂപ്പർ ബിസിനസ് ടോപ്പിക് അല്ലെങ്കിൽ ഒരു സൂപ്പർ വീഡിയോ ടോപ്പിക്, ഞാനത് ഓർമ്മിച്ച് വെച്ച് പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കില്ല. പകരം ഞാൻ എവിടെയെങ്കിലും എഴുതി വയ്ക്കുകയോ മൊബൈലിൽ ടു ഡു ലിസ്റ്റിൽ എഴുതിയിടുകയൊക്കെ ചെയ്യും. പിന്നെ AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് പല ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളുടെയും എക്സ്പ്ലനേഷൻ വായിച്ച് മനസ്സിലാക്കും. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ഹീറോ ആവാൻ നിൽക്കാതെ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്റ്റ് ആവാൻ വേണ്ടി പലതരത്തിലുള്ള ആളുകളുമായിട്ട് ഞാൻ ഡെയിലി സംസാരിക്കാറുണ്ട്. എന്നോട് മെയിൽ അയക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന പലരുമായിട്ടും വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് പുതിയ പല ഐഡിയകളും കിട്ടും. പല സുഹൃത്തുക്കളും മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പോഡ്കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ വിളിക്കുമ്പോൾ ആക്ച്വലി അവരോട് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരിൽ നിന്ന് കൂടുതൽ ഇൻപുട്ടുകൾ നേടാനായിട്ട് ശ്രമിക്കും. അതേപോലെ വീഡിയോ എഡിറ്റിങ്ങിൽ പരമാവധി എൻ്റെ എഡിറ്റോറിയലായിട്ടുള്ള പാർട്ട്നേഴ്സുമായിട്ട് സംസാരിക്കാനും എൻ്റെ ഐഡിയയ്ക്ക് പുറത്ത് നിന്ന് അവരുടെ ഇൻപുട്ടുകൾ പരമാവധി നേടാനും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ സഹായിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ചാനൽ മാനേജ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനും അവരുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാനൊക്കെ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറാണ്. കേരളത്തിൻ്റെ ഒരവസ്ഥ നമുക്കറിയാം. എല്ലാവർക്കും ഏകദേശം രാഷ്ട്രീയം അറിയാം, വിവരമുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരുതരം ആങ്സൈറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഉത്കണ്ഠ. നമ്മുടെ അയൽവക്കത്തെ ചേട്ടൻ്റെ വലിയ വീട് കാണുന്നു, കൂട്ടുകാർ കാനഡയ്ക്കും UK-ക്കും പറക്കുന്നു, 28 വയസ്സായിട്ടും ലൈഫ് സെറ്റിലായില്ലെങ്കിൽ നമ്മൾ തോറ്റുപോയി എന്ന തോന്നൽ ഉള്ളിലുണ്ടാവുന്നു. എൻ്റെ ചാനൽ ഡിലീറ്റ് ആയപ്പോൾ എനിക്ക് പേടി എൻ്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടോ അതിൽ നിന്ന് കിട്ടുന്ന പണമോ പോയത് മാത്രമല്ല, നാട്ടുകാർ എന്ത് പറയും എന്നുള്ളൊരു ഉത്കണ്ഠ ചെറുതായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടന്റ് ഇടുന്നു, ബിസിനസ് ചെയ്യുന്നു, വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ എന്തായി എന്ന് നാട്ടുകാർ ചോദിക്കില്ലേ? ഈ ചോദ്യം വരുമോ എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞാനത് ഓവർകം ചെയ്തു. വാറൻ ബഫറ്റ് പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നർ സ്കോർ കാർഡ്. അതായത് ലോകം നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതല്ല, നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. ഞാൻ പിന്നെ ചെയ്തത് ഡിജിറ്റൽ മിനിമലിസമാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ പാർട്ടാണ്. സോ പെട്ടെന്ന് അത് നിർത്താൻ പറ്റില്ല. പക്ഷേ ഞാൻ അതിൻ്റെ യൂസർ എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്ന് താഴോട്ട് വരാൻ തുടങ്ങി. വെറും ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നിൽക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തുകയും എൻ്റെ പ്രൊഫഷൻ ആവശ്യമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയാനും പഠിക്കാനും കഴിയുന്ന രീതിയിൽ എൻ്റെ ഇൻപുട്ടുകൾ കൺട്രോൾ ചെയ്യാനും തുടങ്ങി. അതിലൂടെ അനാവശ്യമായ രാഷ്ട്രീയം വേണം, പക്ഷേ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ, വിവാദങ്ങൾ, സംഭവങ്ങൾ എന്നിവ എൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നത് നിർത്തി. അതേസമയം ഞാൻ പൊളിറ്റിക്കലായിട്ടുള്ള വ്യക്തിയാണ്, എനിക്ക് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് ഉണ്ട്, ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഓവറായിട്ട് എന്നിൽ വെറും ഇൻഫർമേഷൻ കുത്തി നിറയ്ക്കുന്ന മാറ്റിയിട്ട് നോളജബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെലക്റ്റീവായിട്ട് നിലനിർത്താൻ തുടങ്ങി. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനും നല്ല ഫുഡ് കഴിക്കാനും ശ്രമിച്ചു. ഈ സമയത്താണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർച്ചയായി പരാജയങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ആ ശ്രമം ഉപേക്ഷിക്കും. ചായക്കടയിലിരുന്ന് ലോകത്തുള്ള എല്ലാ സർക്കാരിനെയും കുറ്റം പറയുന്ന, എന്നാൽ സ്വന്തമായി ഒന്നും ചെയ്യാത്ത നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കണ്ടിട്ടില്ലേ? ചിലരെയൊക്കെ അവരെപ്പോലെ നമ്മളായി മാറുക എന്നതിൽ നിന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൈക്രോ വിൻസ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ഒറ്റയടിക്ക് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയ ഒരു ചാനൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടി വന്നപ്പോൾ ഞാൻ നോക്കിയത് ഒരു നല്ല മണിക്കൂർ, ഒരു നല്ല വീഡിയോ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ റിസൾട്ടിലല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെസ്റ്റാണ്. ആൻഡ്രൂ ഹ്യൂബർമാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ ഈ സംസാരിക്കുന്ന മേഖലയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ആൻഡ്രൂ ഹ്യൂബർമാൻ. അദ്ദേഹം പറയുന്ന നോൺ സ്ലീപ്പ് ഡീപ്പ് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് വെറുതെ ഇരിക്കുന്നത് കുറ്റകരമാണെന്നുള്ള ചിന്ത, അത് മാറ്റണം. ഓയിൽ മാറാറായ ഒരു വണ്ടിയിൽ നമ്മൾ ഓയിൽ മാറ്റാതെ 5000 കിലോമീറ്റർ ഓടിച്ചാൽ എഞ്ചിൻ കംപ്ലൈൻ്റ് ആവും. അതുപോലെയാണ് നമ്മുടെ തലച്ചോറും. പാനിക്കായിട്ട് ഓടി നടന്ന ഒരു ജേർണലിസ്റ്റിൽ നിന്ന്, ബേൺ ഔട്ടായ ഒരു രോഗിയിൽ നിന്ന്
സിസ്റ്റമാറ്റിക്കായിട്ട് കണ്ടൻറ് ക്രിയേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു യാത്ര ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിലാണ്. ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നിങ്ങളോട് ഇപ്പോഴും പറയുന്നത്. സോ വിജയത്തെക്കുറിച്ച് നമ്മൾ കേട്ട കഥകളൊക്കെ തെറ്റാണ്. വിജയം എന്ന് പറയുന്നത് ഒരു നേർരേഖയല്ല. കഷ്ടപ്പെട്ട് പഠിക്കുന്നു, ജോലി കിട്ടുന്നു, ഹാപ്പിയാകുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ദാറ്റ് ഈസ് എ ലൈ. അതൊരു നുണയാണ്. സയൻസ് പറയുന്നത് നമ്മൾ എന്ത് നേടിയാലും നമ്മുടെ ഹാപ്പിനെസ് ഒരവസ്ഥ കഴിയുമ്പോൾ നമ്മുടെ ഒരു മിനിമം സ്റ്റേജിലേക്ക് തിരികെ വരും. അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെട്ടത് നേടുമ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഒരു പുതിയ ലെവൽ ഓഫ് ഹാപ്പിനെസ്സിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആ ഒരു കാര്യത്തിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഒരു ഇക്വിലിബ്രിയം ഹാപ്പിനെസ്സിലേക്ക് തിരികെ എത്തുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തെ, നമ്മൾ നേരിടുന്ന സ്ട്രഗിളിനെ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ അല്പം ഒന്ന് സ്നേഹിക്കാൻ, അല്ലെങ്കിൽ അത് ഓക്കെ ആകും എന്ന് തിരിച്ചറിയാൻ പഠിക്കണം. ഞാനിവിടെ ഒരു ഗുരുജിയായിട്ടോ മോട്ടിവേഷൻ സ്പീക്കറായിട്ടോ നിൽക്കുകയല്ല. ഞാനിപ്പോൾ നിങ്ങളെപ്പോലെ ഒരാളാണ്. കാലിഫോർണിയയിലെ ഏതോ ഒരു സെർവറിലുള്ള യൂട്യൂബിലെ എൻ്റെ വീഡിയോകളെല്ലാം ഡിലീറ്റായി പോയപ്പോൾ ജീവിതം കൈവിട്ടുപോയി എന്ന് കരുതി മുറിയിലടച്ചിരുന്ന അതേ വ്യക്തി. പക്ഷേ ആ തെറ്റിൽ നിന്ന് പാഠം പഠിച്ച് സ്വന്തം തലച്ചോറിനെ റീബിൽഡ് ചെയ്ത ആളാണ്. ഇപ്പോൾ AI കാലമാണ്. പഴയ ജോലികളൊക്കെ പോകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നും. പക്ഷേ ഇതിലൊരു അവസരമുണ്ട്. പല സ്കില്ലുകൾ ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റുന്നവർക്കാണ് ഇന്നത്തെ ഭാവി. എൻ്റെ ജേർണലിസം എനിക്ക് കഥ പറയാൻ സഹായിച്ചു. ഞാൻ AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ശ്രമിച്ചത് എനിക്ക് കുറച്ചുകൂടി ലോജിക്ക് വന്നു. സയൻസ് വീഡിയോസ് ഇട്ടപ്പോൾ ഞാൻ കുറച്ചുകൂടി എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. യൂട്യൂബിൽ നിന്ന് മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഞാൻ എൻ്റേതായ രീതിയിൽ യുണീക്കാകുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ യുണീക്കാകുന്നത് മറ്റു ചില കാര്യങ്ങൾ ചേരുമ്പോഴാണ്. അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. സോ ഇത് കാണുന്ന എൻ്റെ ഒരു ശരാശരി മലയാളി സുഹൃത്തിനോട് എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. നമുക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ട്. പക്ഷേ തോൽവിയെ നേരിടാനുള്ള മാനസികാവസ്ഥ പലപ്പോഴും നമുക്കില്ല. തോൽവി എന്ന് പറയുന്നത് വിജയത്തിൻ്റെ വിപരീത പദമല്ല എന്ന് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയാറുണ്ട്. പക്ഷേ ജീവിതം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മാത്രമല്ല, മറിച്ച് സയൻറ്റിഫിക്കായി വർക്ക് ചെയ്യാനും, എവിഡൻസിനെ സീരിയസ് ആയി കാണാനും, ഡാറ്റയ്ക്ക് അനുസരിച്ച് ചേഞ്ച് ഉണ്ടാക്കാനും, എനർജി മാനേജ് ചെയ്യാൻ ഡാറ്റ ഉപയോഗിച്ച്, ഇമോഷൻ മാനേജ് ചെയ്യാൻ ഫിലോസഫി ഉപയോഗിച്ച് നമുക്ക് നമ്മുടേതായ രീതിയിൽ പല കാര്യങ്ങളും തിരിച്ചു പിടിക്കാൻ പറ്റും. നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ടെമ്പററി ഇഷ്യൂസാണ്. അതിന് നമ്മൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ടാണ് സത്യത്തിൽ അത് വലിയ പ്രശ്നമാകുന്നത്. നമുക്ക് കൺട്രോൾ ഉള്ള കാര്യങ്ങളെ നമുക്ക് ശരിയാക്കാൻ പറ്റും. നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾ വെറും സർക്കംസ്റ്റാൻസസ് മാത്രമാണ്. അതുകൊണ്ട് ബിസിനസ് വളർത്താനായാലും, ഒരു കരിയർ കണ്ടെത്താനായാലും, പഠിക്കാനായാലും, നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത് ആ സ്റ്റേജിലാണെങ്കിൽ പോലും ഒരു ട്രാഫിക്കിൽ കിടന്നാൽ ടെൻഷൻ തോന്നരുത്. ക്ലയൻറ്റുമായിട്ടൊരു പ്രശ്നം വന്നാൽ പേഴ്സണൽ അറ്റാക്ക് ഉണ്ടാവരുത്. ഇതെല്ലാം സോൾവ് ചെയ്യാനുള്ളൊരു പസിലായിട്ട് കാണുക. ഈ ഒരു കഥ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് സയൻസും തെളിവും വെച്ച് ഞാൻ പറയാനുള്ള കാരണം എനിക്കുണ്ടായ അതേ അനുഭവം തന്നെയാണ് നിങ്ങളെല്ലാവരെയും മറ്റൊരു രീതിയിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെയൊക്കെ ബുദ്ധിയെ നിങ്ങൾക്ക് പരസ്പരം ബഹുമാനിക്കാൻ പറ്റണം. വെറും തള്ളലുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടാവും, എനിക്കറിയാം. പക്ഷേ റിയാലിറ്റി അതല്ല. റിയാലിറ്റി കുറച്ചുകൂടി പാടാണ്. എന്നാൽ നടക്കാത്ത കാര്യമല്ല. മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, വല്ലാതെ സ്റ്റക്കായി പോയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓട്ടം നിർത്തി ഒന്ന് നിൽക്കണം. നമ്മുടെ ലൈഫിലെ ഡാറ്റയെ എവിഡൻസ് അനുസരിച്ച് പഠിക്കണം. ഉറക്കം, ഭക്ഷണം, ചിന്ത ഇതൊക്കെ തന്നെ ഓഡിറ്റ് ചെയ്യണം. പിന്നെ ഓർക്കുക, സ്ക്രീൻ ബ്ലാക്ക് ആയാലും ലൈഫിലൊരു സ്ട്രൈക്ക് വന്നാലും സിനിമ തീർന്നിട്ടില്ല. അവിടെ ഒരു ട്വിസ്റ്റ്. ഏതൊരു ജേർണലിസ്റ്റിനും അതറിയാം. ട്വിസ്റ്റ് വരുമ്പോഴാണ് യഥാർത്ഥ കഥ തുടങ്ങുന്നത് എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ റിയാലിറ്റി മാറ്റിമറിക്കാൻ നമുക്ക് പറ്റും. ഞാൻ ശ്രമിക്കുന്നുണ്ട്. സയൻസ് പറയുന്ന നിങ്ങൾക്കും അത് കഴിയുമെന്നാണ്. തീർച്ചയായിട്ടും ശ്രമിക്കുക. ഈ വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലെ റീൽസുമായിട്ട് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് അപ്രോച്ചബിളാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.